Hello, good morning. Good morning, ma'am. Yes, start ചെയ്താലോ? Yes, ma'am. Yes. Yes, ma'am. Okay. Yes, ma'am. Thank you, Anisha. നല്ല I'm not so feeling good. Ma'am, ബനിയൊക്കെ മാറിയോ? എന്നിട്ട് അതുകൊണ്ടായിരിക്കും അല്ലെ? Ma'am, ബനിയൊക്കെ മാറിയോ? ആ, ഒരു സെക്കൻഡ്, 1 second. ഓക്കെ, യെസ്. അപ്പൊ സൗണ്ട് ഒക്കെ ഇത്തിരി പ്രശ്നമുണ്ട്, സൗണ്ട് ഒക്കെ പോയി, ചുമയുള്ളത് കൊണ്ട്. എനിവേസ്, ഉള്ള ഭയങ്കര സൗണ്ട് ഉള്ള ആളായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമല്ല അത്, അല്ലെ? നമ്മള് മേക്കപ്പ് ചെയ്തെടുക്കും. സോ in the last class we were discussing about grievance redressal procedure, അല്ലെ? അവിടെയാണ് നമ്മൾ തുടങ്ങിയിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ നിന്നല്ലേ, അവിടെയാണ് ഏകദേശം ഒരു നിർത്തി വെച്ചിട്ട് പോയത്. ഓക്കെ, so in every organization there will be a grievance redressal or grievance handling procedure. It's a formal system for dealing with the employees grievances. ഒരു ഓർഗനൈസേഷനിൽ, ഏത് ഓർഗനൈസേഷൻ എടുത്താലും, വളരെ ചെറിയ ഓർഗനൈസേഷൻ മീൻസ് if the number of employees are more, the possibility for grievance redressal procedure should be also more. അതായത് എണ്ണം, എംപ്ലോയീസിന്റെ എണ്ണമാണ് അവിടെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എംപ്ലോയീസിന്റെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് there will be complaints, dissatisfaction, discontentment, disputes among the employees. എംപ്ലോയീസ് തമ്മിൽ പലതരത്തിലുള്ള ചേർച്ചക്കുറവ്, അവരുടെ എന്താ പറയാ തൃപ്തിക്കുറവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വർദ്ധിക്കാൻ ഇടയുള്ള ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് if the number of employees are more, അല്ലെ? എംപ്ലോയീസിന്റെ എണ്ണം കൂടുതൽ അനുസരിച്ചാണ്. അതിപ്പോ എവിടെയായാലും അതെ, ഈ പൊട്ടലും ചീറ്റലും അല്ലെങ്കിൽ തട്ടിമുട്ടിയൊക്കെ ഇരിക്കുന്നത് എവിടെയാണ്? കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ടാണ്. അതല്ലാത്തവർക്ക് ഉണ്ടാവില്ലല്ലോ. നമ്പർ ഓഫ് എംപ്ലോയീസ് കുറവാണെങ്കിൽ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ അത്ര ഇന്റൻസിഫൈഡ് ആയിട്ട്, അതായത് ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ആവശ്യമില്ല. ഓക്കെ, സോ നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ വേണം എന്ന് നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. സോ എല്ലാ ഓർഗനൈസേഷനും ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഷുഡ് ബി ദർ, അവിടെ വേണം. കാരണം എംപ്ലോയീസ് when they are dissatisfied, അവരുടെ തൃപ്തിക്കുറവ്, ഡിസ്കണ്ടന്റ്മെന്റ് ഹാസ് ടു ബി എന്താ പറയാ, ഇറ്റ് ഷുഡ് ബി indemnified, അതായത് കുറയ്ക്കണം. അവർക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ കുറവ് അല്ലെങ്കിൽ തൃപ്തിക്കുറവ്, ഇതിനെ
അതിനെയൊക്കെ നമുക്ക് ഇല്ലാതാക്കി അവോയ്ഡ് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷൻ വിൽ ഓപ്പറേറ്റ് ഓർ ഫങ്ഷൻ സ്മൂത്ത്ലി, നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമൽ സിസ്റ്റം, അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പറയുന്നത് ഇവരിതാണ്, ഇൻ ലാർജ് ഓർഗനൈസേഷൻസ്, വലിയ വലിയ ഓർഗനൈസേഷൻസ് എന്ന് വെച്ചാൽ കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിലാണെങ്കിൽ എന്താണ് ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഈസ് എസെൻഷ്യൽ, വളരെ അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. ബിക്കോസ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ആർ മോർ ദർ. കാരണം അവിടെ എംപ്ലോയീസിന്റെ എണ്ണം കൂടുതലാണ്, മാത്രമല്ല എന്താ പറയാ ഹൈറാർക്കിക്കൽ ലെവൽ ഓഫ് എംപ്ലോയീസും കൂടുതലാണ്. എന്ന് വെച്ചാൽ ലോവർ ലെവൽ തുടങ്ങി ഇങ്ങനെ ഉയർന്നു പോകുന്ന പൊസിഷൻസ്, അതായത് ഏറ്റവും താഴെ ബോട്ടം ലെവലിലുള്ള എംപ്ലോയീസ്, അതിനേക്കാൾ ഒരു പടി ഉയർന്നത്, പിന്നെ അതിനേക്കാൾ ഉയർന്നത്, അങ്ങനെ ആ ഹൈറാർക്കിക്കൽ ലെവൽ ഓഫ് എംപ്ലോയീസും കൂടുതലാണ്. അതോടൊപ്പം തന്നെ എംപ്ലോയീസിന്റെ എണ്ണം കൂടുതലായതുകൊണ്ട് ലാർജ് ഓർഗനൈസേഷൻസ് തീർച്ചയായിട്ടും എന്താ പറയാ ഇതുപോലെയുള്ള ഒരു ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. പക്ഷേ ഇത് ഒരു സ്മാൾ ഓർഗനൈസേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയാ ദർ വിൽ ബി ഓൺലി ലെസ് നമ്പർ ഓഫ് എംപ്ലോയീസ് എന്താ പറയാ എണ്ണം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ വെറുതെ എംപ്ലോയീസിന് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അവരുമായിട്ട് നേരിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ബിക്കോസ് കുറച്ച് എംപ്ലോയീസിലേ ഉള്ളൂ, നമുക്ക് നേരിട്ട് പോയി അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും പറ്റും. അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു വേറൊരു സിസ്റ്റത്തിന്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. മാനേജ്മെന്റ് ക്യാൻ ഈസിലി കോൺടാക്ട് വിത്ത് ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ് ഇൻ സ്മോൾ ഓർഗനൈസേഷൻസ്. ചെറിയ ഓർഗനൈസേഷനിൽ അത് സാധ്യമാണ്, പക്ഷെ അതുപോലെ ഓർഗനൈസേഷൻ സംബന്ധിച്ച് അത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു റീഡ്രസൽ പ്രൊസീജിയർ ഷുഡ് ബി ദർ. അപ്പോ സ്മോൾ ഓർഗനൈസേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോർമൽ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ആ ഒരു ആവശ്യകത, നെസസിറ്റീസ് റെഡ്യൂസ്ഡ്, കുറവാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ രണ്ട് ഓർഗനൈസേഷനും, ലാർജ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ സ്മോൾ ഓർഗനൈസേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ രണ്ടിടത്തും എന്താ പറയാ രണ്ട് രീതിയിലാണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ സിസ്റ്റം വേണോ വേണ്ടേ എന്ന് നിശ്ചയിക്കുന്നത്. ലാർജ് ഓർഗനൈസേഷനിൽ ഇസെൻഷ്യൽ ആണ്, മീൻസ് അവിടെ നെസസറി ആണ്, അത്യാവശ്യമാണ്. അതേസമയം സ്മോൾ ഓർഗനൈസേഷനിൽ അത് നെസസറി അല്ല, ഇഫ് വേണമെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ വേണ്ട. കാരണം മാനേജ്മെന്റ് ഈസിലി അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഓരോ എംപ്ലോയീസുമായിട്ട്. സോ അവർക്ക് അവരുടേതായ ആവശ്യങ്ങളൊക്കെ അപ്പം നിറവേറ്റി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ആവശ്യം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ആ രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ, മറക്കരുത്. A grievance handling procedure is essential in a large organization because the number of employees and the hierarchical levels are more. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ്, in a small organization knowledge and contact is possible to a larger extent. കാരണം എന്താ, എംപ്ലോയീസിനെ കുറിച്ച് അറിയാം, അവരുമായിട്ട് ഈസിലി കോൺടാക്ട് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഒരു ഫോർമൽ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ അവര് നെസസിറ്റി റിഡ്യൂസ് ചെയ്തിരിക്കുന്നു. ആ രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ എല്ലാവർക്കും? അണ്ടർലൈൻ ചെയ്യേണ്ടത് ഏതാണെന്ന് മനസ്സിലായോ? ഹലോ, റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, യെസ്. ദെൻ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്, അപ്പൊ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അതിന്റെ ആവശ്യകത, ഹൗ, എങ്ങനെയാണ് ലാർജ് ഓർഗനൈസേഷനിൽ എങ്ങനെയാ, സ്മോൾ ഓർഗനൈസേഷനിൽ എങ്ങനെയാന്ന് നമ്മളിപ്പോ കണ്ടു. ഇനി ഹൗ വി വിൽ ഡീൽ വിത്ത് ദിസ് പ്രൊസീജിയർ, എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അതിന്റെ വർക്കിങ്ങിന് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കാര്യങ്ങൾ കൃത്യമായി നടത്താൻ വേണ്ടിയിട്ട് some steps are included in grievance redressal procedure. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, കുറച്ച് നടപടിക്രമങ്ങൾ. കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ നമ്മളത് ഫോളോ ചെയ്തു പോകണം. വൺ ബൈ വൺ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും അല്ലെ. നമ്മളൊരു സ്റ്റെയർ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിന്റെ താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ പോകില്ലേ, കയറുന്നതും അതുപോലെ തന്നെ ചിലപ്പോൾ ചാടി കയറും, അത് ഓക്കെ. പക്ഷെ അതിന്റെ ഒരു ശരിയായ രീതിയിൽ സിസ്റ്റമാറ്റിക് വേ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്ത് പോകുക എന്നുള്ളതാണ്. Likewise, അതുപോലെ തന്നെ while dealing with the grievance redressal procedure, some steps have to be followed. Let's see which are they. എന്തൊക്കെയാണ് സ്റ്റെപ്പ് എന്ന് നോക്കാം. ഒന്ന്, ഐഡന്റിഫിക്കേഷൻ ഓഫ് grievances. First of all, we have to identify the grievance. അതിന്റെ എക്സ്പ്ലനേഷൻ താഴെയുണ്ട്. ഈ ഒരു ഫ്ലോ ചാർട്ട് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. Second one, define correctly. Define the grievance correctly. എന്താണ് ഗ്രീവൻസ് എന്ന് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. Then for that,
we have to collect some data. Data collection is the third step. One step data collection. Then after collecting the data have to be analyzed and also solved. ആ കിട്ടിയ ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട പരിഹാര മാർഗങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. ദെൻ പ്രോംപ്റ്റ് റീഡ്രസിലാണ്. പിന്നീട് എത്രയും പെട്ടെന്ന് പ്രോംപ്റ്റ് ആയിട്ട് നടപടികൾ സ്വീകരിക്കുക. റീഡ്രസിന് വേണ്ടി, പരിഹാരത്തിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കലാണ് ഫിഫ്ത് സ്റ്റെപ്പ്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കി ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ ഫോളോ അപ്പ് നടത്തുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഹൈറാർക്കിക്കൽ, ആ ഒരു എന്താ പറയാ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളുടെ ഗ്രീവൻസിനെ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുക, പരിഹരിക്കും എന്നുള്ളതിന്റെ സ്റ്റെപ്സ്. ഓക്കെ, ആ സ്റ്റെപ്പിന്റെ ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഫ്ലോ ചാർട്ട് തെറ്റായ രീതിയിൽ തന്നിട്ട് എന്താ പറയാ, ക്രമം തെറ്റിച്ചതല്ലേ അല്ലെ, ജമ്പിൾഡ് ഓർഡറിലൊക്കെ കുട്ടികളായിരിക്കും നമ്മൾ ജമ്പിൾഡ് ഓർഡറിലൊക്കെ പഠിച്ചിരുന്നത് അല്ലെ, ക്രമം തെറ്റിച്ചൊക്കെ തരും. യു ഹാവ് ടു ഫൈൻഡ് ദ കറക്റ്റ് വൺ. അതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് എന്ന് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ടുണ്ട്. സോ ആ ചാർട്ടിൽ അവിടെ ഒന്ന് എൻഡ് ചെയ്യുന്നോ എന്തെങ്കിലും ടിക്കോ എന്തെങ്കിലും ഇട്ട് വയ്ക്കാം. ആൻഡ് ദ സെയിം തിങ് ഈസ് എക്സ്പ്ലെയിൻഡ്. നമ്മുടെ താഴെ ഈ സ്റ്റെപ്പുകളൊക്കെ തന്നെ താഴെ ഡിഫൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. മനസ്സിലായോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫ്ലോ ചാർട്ട് കണ്ടോ? ഫ്ലോ ചാർട്ട് മീൻസ് അവിടെ താഴേക്ക് ഇങ്ങനെ ആരോ മാർക്ക് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓരോ നടപടികൾ, ഓരോ സ്റ്റെപ്പുകൾ ക്രമമായിട്ട് തന്നെ ചെയ്യണം. ഇതിലേക്ക് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ വിൽ നോട്ട് ബി കംപ്ലീറ്റ്. കൃത്യമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ പറയുന്നത്? മനസ്സിലാകണ്ടോ? യെസ്. സോ ലെറ്റ്സ് സീ എന്താണ് ഈ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിന്റെ സ്റ്റെപ്സ് എന്ന് മനസ്സിലാക്കി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. എന്താണ് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്. അതായത് ഈ പറയുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ, ഗ്രീവൻസിന്റെ ഒരു എന്താ പറയുക സിനോണിം പദം ആണ്. നമുക്കറിയാം എന്താണ് അത്, ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ്. അതെന്താണെന്ന് മനസ്സിലാക്കണം, ഐഡന്റിഫൈ ചെയ്യണം. ചിലപ്പോഴൊക്കെ എംപ്ലോയീസ് themselves will communicate this to the management or concerned authority. അവർക്കുണ്ടാകുന്ന കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ അവരുടെ ഡിസ്കണ്ടന്റ്മെന്റ്, തൃപ്തിക്കുറവ് അവർ നേരിട്ട് ചിലപ്പോൾ മാനേജ്മെന്റിനെയോ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉണ്ടായിരിക്കും. ആരെയാണ് ചിലപ്പോൾ നേരിട്ട് മാനേജ്മെന്റിനെ ഒന്നും അറിയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ മാനേജ്മെന്റിനെയൊക്കെ അല്ലെങ്കിൽ മാനേജേഴ്സിനെയൊക്കെ ആ ഓർഗനൈസേഷന്റെ മാനേജറിനൊക്കെ ചിലപ്പോൾ 6 കൊല്ലത്തേക്കൊക്കെ ആകുള്ളൂ അല്ലെ, എപ്പോഴൊന്നും വരുന്നവരല്ല. അവർക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോ ദേ വിൽ ഡു ദ ഡ്യൂട്ടി വെൽ. അവര് വളരെ നന്നായി അതൊക്കെ ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അവരത് ഏൽപ്പിച്ചിട്ട് അവര് മാനേജേഴ്സ് അവരുടേതായ വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. സോ ചിലപ്പോൾ എല്ലാ ദിവസവും അവരെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വീക്ക്ലി ആകാം, മന്ത്ലി ആകാം, മേ ബി 2 മന്ത്സിനിടയ്ക്ക് വൺസ് ആയിരിക്കാം ഇതൊക്കെ മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നത്. അപ്പോൾ ഇവർക്കുണ്ടാകുന്ന പരാതികളും പരിഭവങ്ങളും വിഷമങ്ങളും തൃപ്തിക്കുറവും ഒക്കെ എപ്പോഴും അവരെ അറിയിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള ചില അതോറിറ്റീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറച്ച് ആളുകളെ എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് എംപ്ലോയീസിന് when they are having some discontentment or dissatisfaction, it will be communicated to the managers or these concerned authorities. അതുമായി ബന്ധപ്പെട്ട അധികൃതരെ അവർ അറിയിച്ചിരിക്കും. പക്ഷേ in case the employees have not communicated such complaints or dissatisfaction, the management have to try to identify the grievances. ഇവർക്കുണ്ടാകുന്ന പരാതികളും പരിഭവങ്ങളും ചിലപ്പോൾ നേരിട്ട് അറിയിക്കില്ല. ആരെയും അറിയിക്കില്ല, ഉള്ളിക്കൊണ്ടിടക്കുന്നത് അതൊക്കെ പ്രകടമാകുന്നത് അവരുടെ വർക്ക് പെർഫോമൻസില, ചെയ്യുന്ന ജോലി തൃപ്തിയായിട്ട് ചെയ്യുന്നില്ല, വേണോ വേണ്ടേന്ന് വെച്ച് ചെയ്യുന്നു, കെയർലെസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഈ ഡിസ്കണ്ടന്റ്മെന്റ് കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റുകളാണ്. ഞാൻ എന്റെ ജോലിയിൽ തൃപ്തിയല്ല എങ്കിൽ അത് വിൽ റിഫ്ലക്ട് ഇൻ മൈ പെർഫോമൻസ്. തീർച്ചയായിട്ടും അല്ലെ, അത് പല രീതിയിലാവും. എന്തെങ്കിലും അങ്ങനെ ആവട്ടെ, എന്തെങ്കിലും പിള്ളേർക്ക് മനസ്സിലാവോ ഇല്ലേ എന്നൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടത് മനസ്സിലാകുന്ന കുട്ടികളെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം, അറിഞ്ഞാൽ പറയണം. ഇതൊന്നും ഈ വാക്കുകളൊക്കെ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ കയ്യിന്നിട്ട് പഠിപ്പിക്കുന്നതിൽ നിന്നും വേറെ കാര്യങ്ങളാണത് അല്ലെ അത് ചോദിക്കുന്നത്. അതെന്തിനാ ചോദിക്കുന്നത്? അതൊരു കൊളോക്കിയലായിട്ട് അങ്ങനെ വരുന്നതല്ല, നിങ്ങൾക്കത് മനസ്സിലാകുന്നതോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുകയും വേണം, ഞാൻ പഠിപ്പിക്കുകയും വേണം. രണ്ടും കൂടി ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, എന്റെ വർക്കും നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനും ഈക്വൽ ആകുള്ളൂ. റൈറ്റ്? ശരിയല്ലേ പറയുന്നത്? ആണോ അല്ലേ? ഞാനിവിടെ നിന്ന് പറയുന്നത് യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് അല്ലെ, നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചില്ല, മറ്റേകൾ എന്തൊക്കെയോ കേട്ടോണ്ടിരുന്നു, ഭാഗ്യം ഒന്നിനും വരാത്തതിന്
ക്യാമറ ഓഫ് ആണ്, എന്താ പറയാ സൗണ്ടും ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സൗണ്ട് ഓഫ് ചെയ്തിട്ടില്ല. ഓക്കെ, ഒക്കെ വെച്ചേക്കാണ്. ടീച്ചർ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ കേട്ടു, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോയി. അങ്ങനെ പാടില്ല. എന്താണ് ഇവിടെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് കുറെയൊക്കെ നിങ്ങൾക്ക് ഐഡിയ ആയിട്ട് കിട്ടണം. അത് നമ്മുടെ ഉദ്ദേശമാണ്. സോ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആകുള്ളൂ. അതുപോലെ ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷൻ എംപ്ലോയീസ് അവരവരുടെ ജോലി കൃത്യമായി ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ഇൻ ഓൾ വേസ്. ഏത് രീതിയിലും അവര് തൃപ്തിയുള്ളവരായിരിക്കണം. സോ അങ്ങനെ ആയില്ല എങ്കിൽ അത് അവരുടെ പെർഫോമൻസിൽ അത് റിഫ്ലക്ട് ചെയ്യും. സോ മാനേജ്മെന്റ് ഹാവ് ടു റെക്കഗ്നൈസ് ദ പ്രോബ്ലംസ് ഓർ ഗ്രീവാൻസസ് ഓഫ് ദ എംപ്ലോയീസ്. അപ്പൊ എംപ്ലോയീസിന് ഇങ്ങനെ എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർ പറഞ്ഞില്ല എങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് സംശയം തോന്നിയാൽ അതെന്താണെന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യാം. അതെന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടോ എന്ന് മറ്റു മാർഗങ്ങളിലൂടെയോ ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കണം. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഗ്രീവൻസും റിഡ്രസൽ പ്രൊസീജിയറിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് ആദ്യം തന്നെ എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ് ടു ഐഡന്റിഫൈ ദ ഗ്രീവൻസ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഗ്രീവൻസ് ഏത് വിധേനയും മനസ്സിലാക്കുക. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ്, രണ്ടാമത് എന്താണ്? ഇതിനെ ഡിഫൈൻ ചെയ്യുക കറക്റ്റ്ലി. എന്ന് വെച്ചാൽ ഒരു പരാതി അല്ലെങ്കിൽ ഒരു പരിഭവം അല്ലെങ്കിൽ ഒരു ഡിസ്കണ്ടന്റ്മെന്റ് അവർക്ക് തോന്നി, അത് നമ്മൾ കണ്ടെത്തി. അതിനൊരു ഡെഫിനിഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഫ്രം വേർ ഇറ്റ് കെയിം, വാട്ട് ഈസ് ഇറ്റ്സ് കോസ്, അല്ലെ? അതെന്താണ്? അങ്ങനെ ഒരു വിഷമത അല്ലെങ്കിൽ ഒരു ഡിസ്കണ്ടന്റ്മെന്റ് എംപ്ലോയീസിന് വരാനുള്ള സാധ്യത എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യണം. ഒരു മനസ്സിൽ അങ്ങനെ ഒരു തൃപ്തിക്കുറവ് അല്ലെങ്കിൽ മാനേജ്മെന്റിനോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ എങ്ങനെ വർദ്ധിക്കാൻ എന്തുകൊണ്ട്, എങ്ങനെ കാരണമായി, അതിനൊരു ഡെഫിനിഷൻ മാനേജ്മെന്റ് കണ്ടെത്തണം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോ ആഫ്റ്റർ ഐഡന്റിഫൈ ദ ഗ്രീവൻസ് ഓഫ് ദ എംപ്ലോയീസ് ദേ ഹാവ് ടു ഡിഫൈൻ ഇറ്റ് കറക്റ്റ്ലി. എന്താണ് ആ ഗ്രീവൻസ് എന്ന് ശരിയായി മനസ്സിലാക്കി അതിനൊരു നിർവചനം കൊടുക്കുക. ഇതാണ് എന്ന് വെച്ചാൽ എന്താ അവരുടെ പ്രശ്നം, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായി മറുപടി, ഇതാണ് അവരുടെ പ്രശ്നം, ഇതുകൊണ്ടാണ് അവരിങ്ങനെ ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്നത്, അങ്ങനെ ഒരു ഉത്തരം കൊടുക്കാൻ സാധിക്കണം. മനസ്സിലായോ? ദാറ്റ് ഈസ് ഡിഫൈൻ കറക്റ്റ്ലി. അപ്പൊ ഗ്രീവൻസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്നതാണ്, ദാറ്റ് ഈസ് ദ റീസൺ, ഇതാണ് അതിന്റെ റൂട്ട് കോസ്. അപ്പൊ ഇതൊക്കെ അറിയുക എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്, സെക്കൻഡ് സ്റ്റെപ്പ്. ക്ലിയർ ആയോ? And the third one, then we have to move to the next step. അടുത്തത് നമ്മളിപ്പോ എന്താണ് ആളുകളുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി, അത് നമുക്ക് ഇത് ഇങ്ങനെ ഇന്ന വശത്ത് വന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ കാര്യം, അതും നമ്മൾ ഡിഫൈൻ ചെയ്തു. So after completing these two steps, next step is to collect data. ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് എങ്ങനെ ഒരു ആളുകളുടെ ഇടയിൽ ഇത്തരം ഡിസാറ്റിസ്ഫാക്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ടായി എന്നത് സംബന്ധിക്കുന്ന ഡാറ്റാസ് ഡിഫറെന്റ് സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്യാം. എംപ്ലോയീസിനോട് നേരിട്ട് ചെന്ന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വേണമെങ്കിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ചില ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിന് മാത്രമായിരിക്കാം ഡിസ്കണ്ടന്റ്മെന്റ് ഉണ്ടാകാം. സോ അവരുടെ കോ വർക്കേഴ്സ് ആയിട്ടുള്ള മറ്റാരെങ്കിലുമായിട്ട് ഡിസ്കസ് ചെയ്യാം. സൂപ്പർവൈസർമാരുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകൾ സൂപ്പർവൈസേഴ്സിനോട് ചോദിക്കാം, അല്ലെ? അങ്ങനെ എവിടെ നിന്നൊക്കെ they can collect data regarding this discontentment. ഇത്തരം ഗ്രീവൻസിനെ സംബന്ധിക്കുന്ന ഡാറ്റാസ് നമുക്ക് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ ആ സോഴ്സിൽ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പോഴാണ് ആ ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് നടപടികളൊക്കെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കളക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്നൊക്കെ കുറെ ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും. എന്താ ഡാറ്റ എന്ന് പറഞ്ഞാൽ അറിയാലോ? ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻസ് കളക്ടഡ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. നമ്മൾ പല സ്രോതസ്സുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന റോ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ റോ എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയാ അനലൈസ് ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഡാറ്റാസിൽ പ്രോസസിംഗ് ഒന്നും ചെയ്യാതെയുള്ള എന്താ പറയാ നമ്മള് റോ മെറ്റീരിയൽ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഒരു റോ ഡാറ്റ എന്ന് വെച്ചാൽ ഒരു പ്രോസസിംഗും ചെയ്യാത്ത കാര്യം അവിടെ നിന്നൊക്കെ കിട്ടിയ ഇൻഫോർമേഷൻസ് ഒക്കെ ഇങ്ങനെ കുറിച്ച് വെച്ച് ഡാറ്റ കളക്ട് ചെയ്യും. അപ്പൊ ഈ ഗ്രീവൻസുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റയായിട്ടോ കളക്ട് ചെയ്യണ്ടേ, അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡാറ്റ ചെയ്യണ്ട. റിഗാർഡിംഗ് ദ ഗ്രീവൻസ്, ഈ എംപ്ലോയീസിന്റെ ഗ്രീവൻസുകളെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ട രീതിയിലുള്ള ഒരു നടപടികൾ സ്വീകരിക്കണം. ഫോർ ദാറ്റ് പർപ്പസ് ദേ ഹാവ് ടു കളക്ട് ഡാറ്റ. അപ്പൊ പല സ്ഥലത്തുനിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. ആൻഡ് ഡാറ്റാസ് കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? വി ഹാവ് ടു അനലൈസ് ദാറ്റ് പർട്ടിക്കുലർ ഡാറ്റ. ആ കിട്ടിയ ഡാറ്റയെ നമ്മളൊന്ന് പരിശോധിക്കുക, അനലൈസ് ചെയ്യുക. എവിടേക്കാണ്, എന്തുകൊണ്ടാണ് ഇവരുടെ ഈ ഗ്രീവൻസിലേക്ക് നയിച്ചത്? അപ്പൊ ഈ കിട്ടിയ ഡാറ്റയിൽ അതിന്റെ കുറെ ഉത്തരങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ആ ഡാറ്റയ്ക്ക് അകത്ത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയുടെ അകത്ത് തന്നെ നമുക്ക് അതിന് പരിഹാരം കാണാനുള്ള ചില ക്ലൂസ് അതിനകത്ത് ഉണ്ടായിരിക്കും. സോ അതിനെ നന്നായി അനലൈസ് ചെയ്യുക. ഇൻഫർമേഷൻസ് വിച്ച് ആർ കളക്ടഡ്, അത് നമുക്ക് അതിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻസ്
പരിഹാര മാർഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് അനലൈസ് ചെയ്താലേ അത് കാണാൻ പറ്റുള്ളൂ. സോ ഡാറ്റ കളക്റ്റഡ് ഷുഡ് ബി അനലൈസ്ഡ്. എന്ത് ഡാറ്റാസ് കളക്ട് ചെയ്താലും അത് മര്യാദയ്ക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ആൻഡ് യു ഹാവ് ടു ചെക്ക് വെദർ ദർ ഈസ് എനി സൊല്യൂഷൻ ഫോർ ഇറ്റ്. അതിന്റെ സൊല്യൂഷൻ അവിടെ തന്നെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് നോക്കുക. അതിനുള്ള ഒരു പരിഹാര മാർഗം എല്ലാവരും കൂടി ചേർന്നിരുന്ന് അതൊന്ന് ആലോചിക്കുക, ചർച്ച ചെയ്യുക, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. എല്ലാവരും കൂടി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ആ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഒരു സൊല്യൂഷൻ ചിലപ്പോൾ അവർ ഏതെങ്കിലും തരത്തിലുള്ള സൊല്യൂഷൻ ദേ ആർ ഫൈൻഡിങ് ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ചൂസ് ഫോർ അനദർ ബെസ്റ്റ് സൊല്യൂഷൻ. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ഉണ്ടോ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും പരിഹാര മാർഗം ഉണ്ടോ എന്നും അന്വേഷിക്കുന്നതിന് കുഴപ്പമില്ല. ആരെങ്കിലുമായിട്ട് ഇതിനേക്കാൾ നല്ലൊരു സൊല്യൂഷൻ വേറെ ആർക്കെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്ന് മറ്റുള്ളവരുമായിട്ടോ കുറച്ചും കൂടി വേറെ ഏതെങ്കിലും ഓർഗനൈസേഷനിലെ മാനേജ്മെന്റുമായിട്ടൊക്കെ എന്തെങ്കിലും കയ്യൊപ്പൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലേ സിമിലർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ നടത്തുന്നത് വേറെ ആൾക്കാരുണ്ടാവുമല്ലോ. അത്തരം സിറ്റുവേഷൻസിൽ വാട്ട് ദേ ഡു, അവരെന്താ ചെയ്യുന്നത്, അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം. ചിലപ്പോ വലിയ മാനേജ്മെന്റുകൾ തമ്മിൽ ചിലപ്പോ എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വല്ല ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ഒക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് അതിനുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനേക്കാൾ ബെസ്റ്റ് സൊല്യൂഷൻ ഉണ്ടോ എന്നിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഏതാണ് ബെസ്റ്റ് സൊല്യൂഷൻ, ആ സൊല്യൂഷൻ കണ്ടെത്തുക. സോ ഗ്രീവൻസുകൾ നമ്മൾക്ക് ഇല്ലാതാക്കണമെങ്കിൽ ഈ നടപടിക്രമങ്ങൾ, ഈ സ്റ്റെപ്സ് ഹാവ് ടു ബി ഫോളോഡ് കറക്റ്റ്ലി, കറക്റ്റ് ആയിട്ട് ഇത് തന്നെ ഫോളോ ചെയ്ത് പോകണം. ഓക്കെ, അതിനുശേഷം അപ്പൊ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി, നമ്മൾ തന്നെ കണ്ടെത്തിയതാകാം, മറ്റാരെങ്കിലും നിന്നും നമുക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോംപ്റ്റ് റീഡ്രസിലാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം. വച്ച് താമസിപ്പിക്കേണ്ടെന്ന് മനസ്സിലായോ? സ്പീഡി മാനറിലായിരിക്കുക. ഇന്നാവട്ടെ, നാളാവട്ടെ, മറ്റന്നാളാവട്ടെ, ലോട്ടറി പോലെ പോകരുത്. When they get any best solution, ആ ഗ്രീവൻസിനെ ഇല്ലാതാക്കാനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ the next step is to redress, അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ്. in a speedy manner. എങ്ങനെ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, that is prompt redressal. And the next one and the last one is last step in grievance redressal procedure is implementing and follow up. ആ ഒരു നടപടി നമ്മൾ പരിഹാരമൊക്കെ കണ്ടെത്തി അത് എത്രയും പെട്ടെന്ന് സൊല്യൂഷൻ നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ചു, അത് അപ്പൊ തന്നെ നടപ്പിലാക്കണം. ഈ ഗ്രീവൻസ് നമുക്ക് ഇങ്ങനെ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് മനസ്സിലായി, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡാറ്റാസ് കളക്ട് ചെയ്തു, അതിനൊരു പരിഹാരം എന്തേ കൊണ്ടുവന്നിട്ടുണ്ട്, ആ പരിഹാരം അപ്പൊ തന്നെ അവരെ എംപ്ലോയീസിനെ അറിയിക്കുക, അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലാക്കി നടപ്പിലാക്കി കൊടുക്കുക. ചിലപ്പോൾ ഇൻഫോർമേഷൻസ് ആയിട്ട് കൊടുക്കേണ്ടതായിരിക്കാം, അതല്ലെങ്കിൽ പ്രാക്ടിക്കലായി നടപടി കൃത്യമായി സ്വീകരിക്കേണ്ടതായിരിക്കാം, പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ആയിരിക്കാം. ഇതെല്ലാം എന്താണോ അത് അങ്ങോട്ട് നടത്തി കൊടുക്കുക. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ഇനി അങ്ങോട്ട് തിരിയേണ്ടെന്നാണോ? അല്ല, അഗെയിൻ ആൻഡ് അഗെയിൻ, ഇടയ്ക്കിടയ്ക്ക്, വൺസ് ഇൻ എ മന്തോ വൺസ് ഇൻ എ വീക്കോ യു ഹാവ് ടു ബി ഫോളോ അപ്പ്, മേക്ക് അപ്ഡേഷൻസ്. അങ്ങനെ പുതിയ സൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവന്നു, ഗ്രീവൻസ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ വന്നപ്പോ എങ്ങനെയുണ്ട്, മാറ്റങ്ങളുണ്ടോ എംപ്ലോയീസിന്റെ ഇടയിൽ, ഇപ്പൊ ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഫോളോ അപ്പ് മീൻസ് അപ്ഡേഷൻസ് ആണ്, മനസ്സിലായി? സോ ദീസ് ആർ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ. അപ്പൊ ആ പ്രൊസീജിയറിന്റെ സ്റ്റെപ്പുകളെല്ലാം തന്നെ വൺ ബൈ വൺ ഒന്നിലേക്ക് പോകുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് ആണ്. അത് ജംബിൾഡ് ആയിട്ട് പോകാൻ പാടില്ല. ഫസ്റ്റ് വൺ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്, സെക്കൻഡ് വൺ ഡിഫൈൻ കറക്റ്റ്ലി, തേർഡ് വൺ ഡാറ്റ കളക്ഷൻ, അനലൈസ് ആൻഡ് റിസോൾവ്, പ്രോംപ്റ്റ് റീഡ്രസൽ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. ക്ലിയർ ആയോ? ആ പോയിന്റുകൾ നമ്മൾ ഓൾറെഡി മോണില് ഫ്ലോ ചാർട്ട് ആയിട്ട് ടിക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ ആ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വെറുതെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്ലിയർ? അടുത്തത് പറഞ്ഞോട്ടെ. ഓക്കെ അല്ലേ എല്ലാവരും? ഉറങ്ങരുത്. ഇച്ചിരി മഴ എത്തുന്നുണ്ട്. 2 ദിവസം മഴയില്ലാണ്ട് ഇന്ന് വീണ്ടും മഴ പെയ്തു. ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട്. ഉറങ്ങിപ്പോകരുത് അവിടെ ഇരുന്ന്. ഓക്കെ, യെസ്. സ്മാർട്ട് ആയിട്ടിരിക്കുക, എനർജി ആയിട്ടിരിക്കുക, കാലത്തൊക്കെ കുറച്ച് എനർജി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഗ്രീവൻസ് മെഷീനറി അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ആണ്. അതായത് നമുക്ക് ഈ ആക്ടുകളും ലോസും ഒക്കെ എങ്ങനെ വരിക, നിയമങ്ങളൊക്കെ എങ്ങനെ വരിക, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഓരോ പുതിയ പുതിയ ആക്ടുകൾ പുറപ്പെടുവിക്കുന്നു, ഓരോ പുതിയ പുതിയ നിയമങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇങ്ങനെ വരിക. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഓരോ ലോസ് വരാം, നിയമങ്ങൾ വരാം, അല്ലെ? യു ജസ്റ്റ് ഇമാജിൻ
നമ്മളുടെ റോഡ് ആക്സിഡൻസുകളൊക്കെ ഒരുപാട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. നമ്മൾ എവിടെ തിരിഞ്ഞാലും എത്രയൊക്കെ കണ്ടു കേട്ട് നടന്നാലും മനുഷ്യൻ പഠിക്കില്ല എന്നുള്ളതാണ് ഒരു രീതി അല്ലെ. മഴയാണോ വെയിലാണോ വണ്ടി അതിന്റെ 100 സ്പീഡിലേക്ക് പോകുന്നു. 100 പോകാനേ പഠിച്ചിട്ടുള്ളൂ ചില ആളുകൾ അല്ലെ. എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലെ റോഡുകളാണ് എന്ന് പോലും വകവയ്ക്കാതെ ആൾക്കാർ പോകുന്നുണ്ട്. വണ്ടി ഒരു സമാധാനത്തിന് നമുക്ക് ഒന്ന് ഓടിച്ച് വണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പോലും പറ്റില്ല. കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മുടെ മുന്നിലും പിന്നിലും സൈഡിൽ കൂടിയൊക്കെ എവിടെ നിന്നൊക്കെ വണ്ടി വരുമെന്ന് ഒരു 4 ദിക്കിലും കണ്ണു വേണം ഇന്നത്തെ കാലത്ത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇടയ്ക്കൊന്ന് നിങ്ങളൊന്ന് ഇത് മാറ്റിക്കൊണ്ടേ ഈ അച്ചാറിനും മാത്രം കേട്ടിട്ടേ ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായി പറയുന്നത് നിങ്ങൾക്ക്. ഓക്കെ ഓക്കെ അപ്പൊ ഇല്ലേ അപ്പൊ നമ്മൾ 4 വശത്ത് കണ്ടു വേണം. അപ്പോഴാണ് നമ്മള് അല്ലല്ലേ നമ്മളെപ്പോഴും ഓർക്കുക നമ്മൾ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവറാണ്. ബാക്കിയുള്ളവരും മണ്ടന്മാരും വണ്ടികളാണെന്ന് വിചാരിക്കണം ഡ്രൈവ് ചെയ്യുമ്പോ. അതാണ് എന്താ പറയാ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കുന്നു. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം കെയർലെസ് ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ലോ ഒന്നും ഇല്ലാതെ നിയമമൊന്നും ഇല്ലാതെ ഇടയിൽ കൂടിയൊക്കെ തള്ളി കയറി വരും എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആവും. കാരണം എന്താ, എവിടെ നിന്ന് വേണമെങ്കിലും വണ്ടി മുമ്പിൽ ചാടി വരാം. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇടവഴിയിൽ നിന്നൊക്കെ കയറി വരും. നമുക്കറിയില്ല പോകുന്നത്. ചിലപ്പോൾ ചില റൂട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഇടവഴി ഉണ്ടെന്നും ആ ഇടവഴിക്ക് വണ്ടി കയറി വരുന്നതും ചിലപ്പോൾ നമുക്കറിയണമെന്നില്ലല്ലോ. ബിക്കോസ് അവിടെ അങ്ങനെ ഒരു ഇടവഴി നമുക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു പ്ലേസിലായിരിക്കാം. ഇങ്ങനെയുള്ള ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ആക്സിഡൻസ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോ എന്താ പറയാ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റീസ് ഒക്കെ കുറെ പുതിയ മാറ്റങ്ങൾ അല്ലെ, ഗതാഗതം എന്ത് ചെയ്യും, പുതിയ മാറ്റങ്ങൾ ഈ ഒരു എന്താ പറയാ ലൈസൻസ് കൊടുക്കുന്ന കാര്യത്തില്, റോഡിന്റെ ലോസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യത്തില്, നിയമങ്ങളിലൊക്കെ ചില അമെന്റ്മെന്റുകളും അപ്ഡേഷൻസ് ഒക്കെ കൊണ്ടുവരും. ഇപ്പൊ തന്നെ ലൈസൻസ് എടുക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. എന്തുകൊണ്ടാ? ഇതൊക്കെ ഓരോ ഇൻസിഡന്റുകളാണ് അതിലേക്ക് വഴിതെളിക്കുന്നത്. ഓരോ നിയമങ്ങൾ വരുന്നത് ഓരോ ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ വൃദ്ധരായവർക്കെതിരെ, കുട്ടികൾക്കെതിരെ ഒരുപാട് ആക്രമണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷനിലും എംപ്ലോയീസ് തമ്മിലും പലതരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാകും. ഈ തർക്കങ്ങളിലും ഓരോ ഡിസ്പ്യൂട്ടുകളും എന്താ പറയാ പുതിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ പരിഹരിക്കാൻ ഓരോ നിയമങ്ങള് പിന്നീട് ആ ഒരു തർക്കം വന്നു കഴിയുമ്പോഴാണ് അതിനെ കുറിച്ച് ആലോചിക്കുക. ഒരു നിയമം അങ്ങനെ കുറെ ലേബറേഴ്സിനെ സംബന്ധിക്കുന്ന, കുറെ വർക്കേഴ്സിനെ സംബന്ധിക്കുന്ന കുറെ ഡിസ്പ്യൂട്ടുകളൊക്കെ എന്താ പറയാ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ആക്ടുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആക്ട് ആണ് ഏത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. അപ്പൊ ഗ്രീവൻസ് മെഷീനറി എന്ന് പറയുന്നതും നമ്മുടെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗ്രീവൻസ് മെഷീനറി. മെഷീനറി എന്താ? മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യന്ത്രമാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രൊഡ്യൂസ് സംതിങ്. എന്തെങ്കിലും സാധനം ഉത്പാദിപ്പിക്കാനുള്ള സാധനങ്ങളെയാണ് നമ്മൾ മെഷീനറി എന്ന് വിളിക്കുക. നമ്മുടെ വീടുകളിൽ ഒരുപാട് മെഷീനറീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ഓർഗനൈസേഷൻസിലും പലതരത്തിലുള്ള മെഷീനറീസ് ഉപയോഗിക്കുന്നുണ്ട്. സോ ദ മെഷീനറി പെർഫോംസ് സം ഫങ്ഷൻസ് ടു പ്രൊഡ്യൂസ് എനി ഗുഡ്സ് ഓർ സർവീസസ്. ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളോ സേവനങ്ങളോ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മെഷീനറി. ഇവിടെ ഗ്രീവൻസ് മെഷീനറി എന്തായിരിക്കാം? അതെ, ഇറ്റ്സ് ഓൾസോ എ മെഷീനറി. ഇതും ഒരു യന്ത്രം തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഗ്രീവൻസുകളെ പരിഹരിക്കുന്നതിനുള്ള ഒരു യന്ത്രം. മനസ്സിലായോ? ആക്ച്വലി അതൊരു മെഷീനറി ആണോ? വിസിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മെഷീനറി ആണോ അത്? ആക്ച്വലി ആണോ? നിങ്ങൾ തോന്നുന്നുണ്ടോ ഒരു മെഷീനറിയുടെ ഉള്ളിലേക്ക് കുറെ എന്താ പറയാ എംപ്ലോയീസിന് കുറെ കംപ്ലൈന്റുകൾ ഉണ്ട്, ഇതെല്ലാം കൂടി പേപ്പറിലേക്ക് അവിടെ ഇവിടെ കൂടിയിട്ട് ഏതെങ്കിലും മെഷീനറിയുടെ ഉള്ളിൽ തള്ളിക്കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് പരിഹാര മാർഗമായിട്ട് റിസൾട്ട് ആയിട്ട് തരുമോ? നോ, ഇല്ല, തരില്ല. എന്ന് വെച്ചാൽ അതൊരു മെഷീനറി ആയിട്ട് ഒരു എന്താ പറയാ ഒരു ഇമാജിനേഷൻ ആണ്. അപ്പൊ ഗ്രീവൻസ് whenever formed in an organization among the എംപ്ലോയീസിന്റെ ഇടയിൽ ഗ്രീവൻസുകൾ ഫോം ചെയ്യുമ്പോൾ അതിനെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനറി, അതാണ് ഗ്രീവൻസ് മെഷീനറി എന്ന് പറയുന്നത്. ഫ്രം എന്താ പറയാ ഗ്രീവൻസ് എന്ന് പറയുന്നത് അതെപ്പോഴാണ് ആ ഒരു മെഷീനറി വർക്ക് ചെയ്ത് തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മെഷീനറി എപ്പോഴാണ് അത് ഫങ്ഷൻ ചെയ്ത് തുടങ്ങുന്നത്? അറ്റ് ദ ടൈം ഓഫ് ദ ഗ്രീവൻസ് വിച്ച് ഈസ് കൺവേഡ് ടു ദ ഹയർ അതോറിറ്റീസ്. നമ്മളുടെ ഓർഗനൈസേഷന്റെ ഉയർന്ന ഉന്നത അധികൃതരോട് ആ ഗ്രീവൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുമ്പോൾ, അല്ലെങ്കിൽ കൺസേൺഡ് പീപ്പിൾ ആരാണോ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ, ആരാണോ അധികാരികൾ, അവരെ എപ്പോഴാണോ നമ്മൾ നമ്മുടെ ഗ്രീവൻസ് വർക്കേഴ്സ് അവരുടെ എംപ്ലോയീസ് അവരുടെ ഗ്രീവൻസുകളെ അറിയിക്കുന്നത്, അതുമുതൽ അറ്റ് ദ ടൈം ഓഫ് സെറ്റിൽമെന്റ് ആ ഗ്രീവൻസ് സെറ്റിൽ ചെയ്യുന്നത് വരെ നമ്മളുടെ ഈ ഗ്രീവൻസ് മെഷീനറി പ്രവർത്തിക്കും. മനസ്സിലായോ?
അതൊരു മെഷീനറി അല്ല, ഇമാജിനറി മെഷീനറി ആണ്. എന്ന് വെച്ചാൽ ആ ഒരു സിസ്റ്റം, ആ ഒരു മെഷീനറി ഫങ്ഷൻ ചെയ്യുന്നത് ഏതെങ്കിലും ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആണ്, ഇത് ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ആണ്. And a lot of workers are here, including teachers, technical team, PROs, അങ്ങനെയൊക്കെ എല്ലാവരും കൂടി ചേർന്ന ഒരുപാട് വർക്കേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ഇഫ് എനി among these team, ഈ ഓരോ ടീമുകളിലെ ഏതെങ്കിലും ടീമുകൾക്ക് if they have any grievance, dissatisfaction, discontentment, it should be communicated to the concerned authorities or higher authorities. അവർക്കുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും എന്ത് ചെയ്യണം, അത് ബന്ധപ്പെട്ട അധികാരികളെ ഇൻഫോം ചെയ്തിരിക്കണം, അല്ലെ? അപ്പൊ അതങ്ങനെ ചെയ്യും, അവിടുന്ന് തുടങ്ങും. അപ്പൊ അത് അവിടെ റീച്ചാൽ ആ ഗ്രീവൻസ് മെഷീനറി ആക്ട് ആകാത്തത് എന്ന് വെച്ചാൽ ആക്റ്റീവ് ആകാത്തത്, ലൈവ് ആകാത്തത് എന്ന് വെച്ചാൽ അവിടുന്ന് പ്രവർത്തനം തുടങ്ങണം, അവിടെ പ്രവർത്തിച്ചു തുടങ്ങണം. ഇന്നൊരു ഗ്രീവൻസ് ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്ന് ഒരു കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ട്, അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാനേജ്മെന്റിലെത്തി അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിലെത്തി, അവിടെ ആ സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങും, ആ മെഷീനറി പ്രവർത്തിക്കാൻ തുടങ്ങും. ആൻഡ് അത് എപ്പോഴാണ് അവസാനിക്കുക? ആ മെഷീനറി ഓപ്പറേഷൻ നിർത്തുന്നത്. ഏത് മെഷീൻ ഓൺ ചെയ്താലും അത് ഓഫ് ആകണമല്ലോ, നിരന്തരം പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് മെഷീനറി അങ്ങനെ തന്നെയല്ലേ? നമ്മൾ എന്തോരം മെഷീനറീസ് ഉപയോഗിക്കുന്നു, എല്ലാ മെഷീനറിയും ഉപയോഗിച്ചോട്ടെ ഇങ്ങനെ എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, അതിന്റെ ആവശ്യം കഴിയുമ്പോൾ ഓഫ് ആക്കാം. ആൻഡ് ഇവിടെ ഗ്രീവൻസ് മെഷീനറി ഓഫ് ആകുന്നത് when that grievance is settled, ആ ഒരു ഗ്രീവൻസ് സെറ്റിൽ ചെയ്യുമ്പോൾ മാത്രമാണ്. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനറി, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ whenever these grievances are reached at the higher authorities ന്റെ അടുത്ത് ഈ ഒരു ഗ്രീവൻസ് എത്തി കഴിയുമ്പോൾ at once they have to make steps or take steps to settle that disputes or grievances. അത്തരം ഗ്രീവൻസുകൾ, ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ എന്താ പറയാ തിരുത്താൻ അല്ലെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനുള്ള സ്റ്റെപ്സ് ഒക്കെ തന്നെ ഉണ്ടാകുന്നു. അത് മാത്രമല്ല, it should be started from the early stage, ഏറ്റവും ആദ്യം തന്നെ, ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ തന്നെ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കണം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസ്. അതെല്ലാം പറഞ്ഞിരിക്കുന്നത് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. മാത്രമല്ല ഗ്രീവൻസ് മെഷീനറിയുടെ ആ ആക്ട് കൂടി ഒന്ന് പറഞ്ഞേക്കണം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ആണ്, അതുകൊണ്ട് അതും അണ്ടർലൈൻ ചെയ്യാം. ഇത്രയും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മനസ്സിലായില്ലേ? ആ സെന്റൻസ് എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും? എനിബഡി മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. യെസ്. സോ ഇനി ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 അണ്ടർ സെക്ഷൻ 9C, ഈ ആക്ടിന്റെ സെക്ഷൻ 9C ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഗ്രീവൻസ് മാനേജ്മെന്റ് മെഷീനറിയെ കുറിച്ച്. നമ്മുടെ ഈ ഒരു മെഷീനറിയുടെ ചില പ്രത്യേകതകൾ ഏതിലാ പറഞ്ഞിരിക്കുന്നത്? ആ സെക്ഷൻ മറക്കണ്ട, സെക്ഷൻ 9C ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. അതിനകത്ത് ഗ്രീവൻസ് മാനേജ്മെന്റ് പ്രൊസീജിയറിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. സോ ആ സെക്ഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക്. സെക്ഷൻ 9C ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഗ്രീവൻസ് മാനേജ്മെന്റ് മെഷീനറിയെ കുറിച്ച് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. സോ ലെറ്റ്സ് സീ എന്താണ് ഈ സെക്ഷനിൽ ഗ്രീവൻസിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേക്ക് നോക്കാം. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. എവറി ഇൻഡസ്ട്രിയൽ എംപ്ലോയി 20 or more workers shall have one or more grievance redressal committee for the resolution of disputes arising of individual grievances. അതായത് ഈ സെക്ഷനിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇത് ഈ ഗ്രീവൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. 8 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, ഏത് ഓർഗനൈസേഷനിലും there should be an grievance redressal committee, ഗ്രീവൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കമ്മിറ്റി വേണമെന്ന് എല്ലാ ഓർഗനൈസേഷനിലും. മനസ്സിലായോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ഓർഗനൈസേഷനിൽ നെസസറി അല്ല, അത്യാവശ്യമൊന്നുമല്ല, പക്ഷെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാക്കാം.
ഓക്കെ, ഇപ്പൊ 1, 2, 3 എംപ്ലോയീസ് ഒക്കെ ഉള്ള ഒരു ഓർഗനൈസേഷനിലൊന്നും ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. ബിക്കോസ് മാനേജ്മെന്റുമായിട്ട് ദേ വിൽ ഹാവ് എന്താ പറയാ ടൈറ്റ് കോണ്ടാക്ട്. ശരിക്കും എപ്പോഴും കോണ്ടാക്റ്റിലുള്ള ആൾക്കാരൊക്കെ, കാരണം മാനേജ്മെന്റിന്റെ ഒരു ചെറിയ ബിസിനസ് ആണ്. അവിടെ കുറച്ച് എംപ്ലോയീസ് ഉള്ളൂ, അവരെ മാത്രമേ മാനേജ് ചെയ്യാനുള്ളൂ. അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരിട്ട് മാനേജ്മെന്റിനെ അറിയിക്കും, അവര് അതിന്റെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കും. അവിടെ വലിയ പ്രശ്നമില്ല. പക്ഷെ കൂടുതൽ എംപ്ലോയീസ് ഉള്ള ലാർജ് ഓർഗനൈസേഷനിൽ ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിർബന്ധമായി പറഞ്ഞിരിക്കുന്നത്. എവിടെ പറഞ്ഞിരിക്കുന്നു? പറഞ്ഞ സ്ഥലം മറക്കണ്ട. സെക്ഷൻ 9C ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് പറയുന്നതിനോടൊപ്പം തന്നെ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ എണ്ണം കൂടുതൽ 20 or more 20 അതിൽ കൂടുതലോ വർക്കേഴ്സ് ഉള്ള ഓർഗനൈസേഷൻസിലാണെങ്കിൽ there should be 2 or more. ചിലപ്പോ ഒന്നല്ല അതിൽ കൂടുതലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റീസ് ഫോം ചെയ്യാം. കാരണം എന്താ, കൂടുതൽ എംപ്ലോയീസ് ഉണ്ടല്ലോ. അപ്പൊ ചിലപ്പോ ഒരു 20 എംപ്ലോയീസിനൊക്കെ ചിലപ്പോ ഒരു കമ്മിറ്റിക്ക് കാര്യങ്ങളൊക്കെ അവരുടെ നോക്കി മനസ്സിലാക്കി അവരുടെ ഗ്രീവൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ എംപ്ലോയീസ് ഉണ്ട്, 40 പേരുണ്ട്, 50 പേരുണ്ട്. യു ജസ്റ്റ് ഇമാജിൻ ദ എംപ്ലോയീസ് ഓഫ് ലുലു ഓർഗനൈസേഷൻ. ലുലു എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോരം എംപ്ലോയീസ് ആ ജോലി ചെയ്യുന്നത്, അല്ലെ? ഹോസ്പിറ്റൽസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ എന്തോരം എംപ്ലോയീസ് ആ ജോലി ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട്. അപ്പൊ ഇവരൊക്കെ എല്ലാവരെയും കൂടി ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി കൊണ്ട് ചിലപ്പോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നടപ്പിലാക്കാനായിട്ട് പറ്റില്ല. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ, 2 അതിലധികമോ ഒക്കെ ഉണ്ടെങ്കിൽ, 20 അതിൽ കൂടുതലൊക്കെ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, one or more grievance redressal committee, okay, to solve the disputes among the employees. എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകളൊക്കെ ഇല്ലാതാക്കാനായിട്ട്. ക്ലിയർ ആയ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഇത് നിർബന്ധിതമായി പറഞ്ഞിരിക്കുന്നത് ആക്ടില്. എന്തുകൊണ്ടാണ് ആക്ടിൽ അങ്ങനെ ഒരു നിയമം വന്നു? എന്തായിരിക്കും അത്? ഞാൻ നേരത്തെ കുറച്ച് കാര്യം പറഞ്ഞില്ലേ വെറുതെ, എന്തുകൊണ്ട് അങ്ങനെ ഒരു ആക്ട് നിയമം വന്നു? അപ്പൊ അങ്ങനെ അതിന്റെ പോരായ്മ കൊണ്ട് എന്താ പറയാ, ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഇല്ലാത്തത് കൊണ്ട് സംതിങ് മൈറ്റ് ഹാവ് ഹാപ്പൻഡ് ഇൻ സച്ച് ഓർഗനൈസേഷൻസ്. അങ്ങനെയുള്ള ചില ഓർഗനൈസേഷനിൽ പലതും സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുത്ത് ഇനി അങ്ങോട്ട് വരാൻ പാടില്ല എന്ന് വിചാരിച്ച് കുറെ ആക്ടുകൾ ഈ പറയുന്ന സെക്ഷൻസിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. റൈറ്റ്, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? And the second one, ഇനി എന്താ അടുത്തത് പറയുന്നത്? And this redressal committee, ഈ grievance redressal committee should consist of equal number of members from employer and the workman. എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും എംപ്ലോയറുടെ ഭാഗത്തു നിന്നും ഈക്വൽ നമ്പർ ഓഫ് ആളുകൾ വേണം ഈ കമ്മിറ്റിയിൽ ചേർക്കാൻ. എന്താ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ഉത്സവ കമ്മിറ്റി, പെരുന്നാൾ കമ്മിറ്റി, അല്ലെ, പാരന്റ് ടീച്ചേഴ്സ് കമ്മിറ്റി സ്കൂളുകളിൽ, അല്ലെ, അങ്ങനെയൊക്കെ കമ്മിറ്റി രൂപീകരിക്കും. എന്തിനാണ്? അതൊക്കെ അവിടുത്തെ പ്രോപ്പർ ആയിട്ട് അതൊക്കെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കൂളുകളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു പാരന്റ് ടീച്ചേഴ്സ് കമ്മിറ്റി ഉണ്ടായിരിക്കും. ടീച്ചേഴ്സും പാരന്റ്സിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ ഒക്കെ അംഗങ്ങളാക്കിക്കൊണ്ടുള്ള കമ്മിറ്റി. അപ്പൊ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ നടക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ടീച്ചേഴ്സ്, ആ ഒരു പാരന്റിനെയൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പല കാര്യങ്ങളിലും ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ കമ്മിറ്റിയുടെ ഉദ്ദേശം. അത് തന്നെയാണ് എംപ്ലോയീസിന് എന്തെങ്കിലും തരത്തിലുള്ള ഗ്രീവൻസുകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ സോൾവ് ചെയ്ത് പരിഹരിച്ച് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കമ്മിറ്റി. അപ്പൊ അങ്ങനെ കമ്മിറ്റീനെ തിരഞ്ഞെടുക്കുമ്പോൾ ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഷുഡ് ബി ഫ്രം ദ എംപ്ലോയർ ആൻഡ് ഓൾസോ എംപ്ലോയി. എംപ്ലോയറുടെ ഭാഗത്തുനിന്നും എംപ്ലോയിയുടെ ഭാഗത്തുനിന്നും കൂടുതലും എന്താ പറയാ തുല്യമായിട്ട്. ഇപ്പൊ ഒരാളെ നമ്മൾ എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് ഒരാള്, 2 പേര്. ഓക്കെ, ആൻഡ് ഇവിടുന്ന് 2 പേരെ എടുക്കുകയാണ്. എംപ്ലോയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് 2 പേരെയാണ് എടുക്കുന്നതെങ്കിൽ 2 പേരെ തന്നെയാണ് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നത്. മനസ്സിലാക്കും? മൊത്തം 4 പേര്. 3 പേരെയാണ് നമ്മൾ എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് എടുക്കണമെങ്കിൽ 3 പേരെ തന്നെ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് എടുക്കണം. അങ്ങനെയാണ് കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്. ശരി. Then next one, the chairperson of the grievance redressal committee shall be selected from the employer and from among the workmen alternatively on rotation basis every year. ഇനി നമുക്ക് ഈ കമ്മിറ്റിക്ക് ഒരു ചെയർപേഴ്സൺ വേണം, ചെയർമാനോ ചെയർപേഴ്സണോ വേണം.
അങ്ങനെ ചെയർമാനെയോ ചെയർപേഴ്സണെയോ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഈക്വൽ ചാൻസും കൊടുക്കണം അവർക്ക്. എന്ത് ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് എങ്ങനെയാ, എംപ്ലോയേഴ്സിന്റെ ഭാഗത്തുനിന്നും എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്നും ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സിനെയാണ് നമ്മൾ കമ്മിറ്റി ഫോം ചെയ്തത്. ഇമാജിൻ ദാറ്റ് 4 അംഗങ്ങളുണ്ടെന്ന് വിചാരിക്കാം. 4 ആളുകളുണ്ട്. 2 പേരെ എംപ്ലോയീസിനും എടുത്തു, 2 പേരെ എംപ്ലോയീസിനും എടുത്തു, വർക്ക് ബെഞ്ചിനും എടുത്താണ് 4 പേര് ഉള്ള ഒരു ഗ്രീവൻസ് റീഡേഴ്സ് കമ്മിറ്റി. ഇവിടെ നമ്മൾ ചെയർപേഴ്സണെയോ ചെയർമാനെയോ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഈക്വൽ ചാൻസ് കൊടുക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇപ്പൊ ഈ ഒരു ഇയറിൽ 2025 നമ്മള് ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ എംപ്ലോയറുടെ ഗ്രൂപ്പിൽപ്പെട്ട 2 പേരിൽ നിന്ന് ഇവർ 2 പേരിൽ നിന്ന് ഒരാളെയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ വി ഹാവ് ടു ഗിവ് ചാൻസ് ടു ദ എംപ്ലോയീസിന് കൊടുക്കണം. ഇവിടെ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കണം. മനസ്സിലായ? ആ റൊട്ടേഷൻ ബേസിസിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നത്. ഒരു വർഷം എംപ്ലോയറുടെ ഭാഗത്തുള്ള ആളെയാണ് നമ്മള് ഇതിന്റെ ചെയർപേഴ്സൺ ആയി സെലക്ട് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഇയർ വി ഹാവ് ടു ഗിവ് ദ ചാൻസ് ടു ദ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുക്കാനുള്ള ചാൻസ് കൊടുക്കണം. ക്ലിയർ ആണോ? 3ാമത്തെ പോയിന്റ് ആണോ? എന്താണല്ലോ? യെസ്. അടുത്തത്, ഇനി ഈ ഗ്രീവൻസ് റീഡേഴ്സൽ കമ്മിറ്റിയില് shall not exceed more than 6 members. ഈ ഗ്രീവൻസ് റീഡേഴ്സൽ കമ്മിറ്റി നമ്മൾ ഫോം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു 1-ൽ കൂടുതൽ കമ്മിറ്റീസ് ഫോം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കമ്മിറ്റിക്കകത്ത് 6 എണ്ണം ആളുകളിൽ കൂടുതൽ വരാനും പാടില്ല. എന്ന് വെച്ചാൽ മാക്സിമം 6 പേരടങ്ങുന്ന കമ്മിറ്റി മതിയെന്ന്. മനസ്സിലായോ? അപ്പൊ 20 പേര് വെച്ചുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ഒരു 20 പേർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രീവൻസ് റീഡേഴ്സൽ കമ്മിറ്റി, അവിടെ 6 മെമ്പേഴ്സ് മാക്സിമം അത്ര ആളുകളത് മതി. 2 പേരാകാം, 4 പേരാകാം, 6 പേരാകാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഈക്വൽ നമ്പർ ആയിട്ട് എന്താ പറയാ കൺസിഡർ ചെയ്യാൻ വേണം. ആൻഡ് ഓൾസോ 6 ആളുകളിൽ കൂടുതൽ മെമ്പേഴ്സ് വരികയും വേണ്ട എന്നാണ് പറഞ്ഞേക്കാൻ. ഇനി പ്രാക്ടിക്കൽ ആകുകയാണെങ്കിൽ ആ ഒരു റീഡേഴ്സൽ കമ്മിറ്റിയിൽ നമ്മൾ എടുക്കുന്ന ആളുകളിൽ എന്ത് ചെയ്തിരിക്കണം, ഒരാളെങ്കിലും 2 പേരെ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു വുമൺ, ഒരു സ്ത്രീ എംപ്ലോയിയോ ആരാണോ അവരെങ്കിലും ഉൾപ്പെടുത്തിയിരിക്കണം. ഒരാൾ സ്ത്രീ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സ്ത്രീകളുടെ എണ്ണവും വർദ്ധിപ്പിക്കണം. ഇപ്പൊ 2 പേരാണെങ്കിൽ അതിൽ ഒരാൾ പുരുഷനും ഒരാൾ സ്ത്രീ, അങ്ങനെയുള്ള ഒരു കമ്മിറ്റി. അല്ലെങ്കിൽ 4 പേരാണെങ്കിൽ എന്താ പറയാ, നമ്മൾ ഈക്വൽ നമ്പർ ചാൻസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് 4 പേരാകുമ്പോൾ 2 പേര് കൊടുക്കണം, മറ്റേതിൽ എംപ്ലോയിയും 2 പേര്. മനസ്സിലായപ്പോ അതിനനുസരിച്ച് എത്ര ആളുകളുടെ എണ്ണം നമ്മൾ മെമ്പേഴ്സിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകുന്നു, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വിമന്റെ സ്ത്രീകളുടെ എണ്ണവും അതനുസരിച്ച് വർദ്ധിപ്പിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. എന്ത് വന്നാലും മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദാറ്റ് കമ്മിറ്റി ഷുഡ് ബി ഫിക്സ്ഡ് അറ്റ് 6. 6 പേരെ ആളുള്ളൂ എന്നുണ്ട്. മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഗ്രീവൻസ് മാനേജ്മെന്റിനെ കുറിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളാണ്, നിയമങ്ങളാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? 4ാമത്തെ പോയിന്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറയാട്ടാ. ചില പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത്, അത് ബാക്കിയുള്ളത് വെറുതെ വായിച്ചാൽ മതി. ഓക്കെ, ഇനി ബാക്കി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്താ പറയാ, അഗെയിൻസ്റ്റ് ദ വിച്ച് എഫക്ട് ദ റൈറ്റ്സ് ഓഫ് വർക്ക്മാൻ, അത് നമ്മുടെ എംപ്ലോയീസിന്റെ അവകാശത്തെ സംബന്ധിക്കാത്ത വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആക്ടില്, അതെന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു സെക്ഷനിൽ ഈ പറയാത്ത വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എംപ്ലോയീസിന്റെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുകയാണെങ്കിൽ, ഇത് തമ്മിൽ തർക്കങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവിടുത്തെ ആക്ട് പ്രകാരമുള്ള പ്രൊവിഷൻസ് ആയിരിക്കും ഫോളോ ചെയ്യുക. ആക്ടിൽ എന്തോ പറഞ്ഞെങ്കിൽ അതനുസരിച്ച് നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നു. ആക്ടിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചത് നമ്മളതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്കറിയാം. അപ്പൊ ഒരു ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പ്രൊവിഷൻസിന് വേണ്ടിയിട്ടുള്ള ആക്ട് ഉണ്ട്. ആ ആക്ട് പ്രകാരമായിരിക്കും എംപ്ലോയീസിന് അവരുടെ റൈറ്റ്സിന്, അവരുടെ അവകാശങ്ങൾക്കെതിരായി എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫോളോഡ് അക്കോർഡിംഗ് ടു ദാറ്റ് പർട്ടിക്കുലർ പ്രൊവിഷൻസ്. ആ പ്രൊവിഷൻസ് പ്രകാരമായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ പോയിന്റ്. ഓക്കെ, പ്രൊവിഷൻ പ്രകാരം ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് വിൽ ബി കൺസിഡേർഡ് ഫോർ ദ industrial disputes among the employees against their right. അവരുടെ അവകാശങ്ങൾക്ക് എതിരായിട്ട് ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ അത് ആ പ്രൊവിഷൻസിലെ കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. അത് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെയായിരിക്കും എന്നാണ് പറഞ്ഞത്. Then grievance redressal committee have to complete their proceedings.
ഈ ഗ്രീവൻസ് കണ്ടെത്തി എംപ്ലോയീസിന്റെ ഇടയിൽ ഇങ്ങനെയുണ്ട് പ്രശ്നമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കാര്യങ്ങള് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഏകദേശം ഒരു 30 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം വിത്ത് ഓൺ ദ റിസീപ്റ്റ് ഓഫ് റിട്ടൺ ആപ്ലിക്കേഷൻ ഫ്രം ബിഹാഫ് ഓഫ് ദ അഗ്രീവ്ഡ് പാർട്ടി. ഏത് ആളുകൾക്കാണോ ഇത്തരം ഡിസാറ്റിസ്ഫാക്ഷൻ ഗ്രീവൻസ് ഉണ്ടായത്, ഒന്നിലെ ഒരു എംപ്ലോയിക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനായിരിക്കും, അവർക്ക് എപ്പോഴാണ് അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ വന്ന് അവര് മാനേജ്മെന്റിനെയോ വേണ്ടപ്പെട്ടവരെ അറിയിച്ച് ആ അറിയിപ്പ് ആ ആപ്ലിക്കേഷൻ കിട്ടുന്ന അന്ന് തുടങ്ങി 30 ദിവസത്തിനുള്ളിൽ they have to complete all proceedings, എല്ലാ പ്രൊസീഡിങ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതും ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? പോയിന്റ് 6th പോയിന്റ്. യെസ്. ആൻഡ് the 7th one, then ഇനി the workman, the person or the employee, those who are aggrieved എന്ന് പറഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആള് വെച്ചാൽ ഡിസാറ്റിസ്ഫാക്ഷൻ ആയിക്കോട്ടെ, ഡിസ്കണ്ടന്റ്മെന്റ്, അങ്ങനെയുള്ള എംപ്ലോയി ഓർ എംപ്ലോയീസ്, അങ്ങനെയുള്ളവരില് അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഈ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ക്യാൻ മേക്ക് ആൻ അപ്പീൽ. അതായത് ഇപ്പൊ വേണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ആ കമ്മിറ്റിയിലാണ് നമ്മുടെ എംപ്ലോയീസിന്റെ ഡിസ്കണ്ടന്റ്മെന്റ് അറിയിച്ചത്. പക്ഷെ ഇഫ് ദേ ആർ ഗിവിംഗ് എനി സൊല്യൂഷൻ, ആ കമ്മിറ്റി തന്നെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തന്നു. പക്ഷെ ഇഫ് വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, ആ ഒരു സൊല്യൂഷനിൽ നമുക്ക് വലിയ തൃപ്തി തോന്നിയില്ല, then the employee or the aggrieved party have the right to make an appeal to the employer. അങ്ങനെയാണെങ്കിൽ എന്തുണ്ട്, ഒരു അപ്പീൽ പോകാം. നമ്മളിപ്പോ എന്തെങ്കിലും കേസ് കൊടുത്ത് കോടതിയിൽ വാദിക്കാൻ വേണ്ടിയിട്ട് കേസ് തോറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും നമുക്കറിയാലോ, സ്വാഭാവികമായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്ത് ചെയ്യും? അപ്പീല് പോകും, ഹൈക്കോടതിയിൽ പോകും എന്ന് പറയും, സുപ്രീം കോടതിയിൽ പോകും എന്ന് പറയും, അപ്പീല് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഈ അപ്പീൽ എന്ന് പറഞ്ഞ വാക്ക് പല സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ കുട്ടികളൊക്കെ വല്ല എന്താ പറയാ കലാപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോ, സ്റ്റേറ്റും എന്താ പറയാ നാഷണലും ഒക്കെ കളിക്കാനായിട്ട് പോകുമ്പോ എന്തെങ്കിലും തരത്തില് ഫെയിലായി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കൊണ്ട് കിട്ടിയില്ല എങ്കിൽ പാരന്റ്സ് ഇടപെടും, അവര് എന്താ പറയാ അപ്പീല് പോകുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കോമൺ വേർഡ് തന്നെയാണ്. അപ്പോ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അഗ്രീവ്ഡ് പാർട്ടി ആയിട്ടുള്ള എംപ്ലോയിക്ക് ഹാവ് ദ റൈറ്റ് ടു അപ്പീൽ. അപ്പീൽ ആരോട് അപ്പീൽ ചെയ്യാം? എംപ്ലോയർക്ക് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. സോ ഫ്രം ദാറ്റ് അപ്പീൽ കിട്ടി 1 monthനുള്ളിൽ തന്നെ ആ അപ്പീല് വെച്ചിട്ട് എന്ത് ചെയ്യണം? വർക്ക്മെന്റിന്റെ ആ ഒരു ഗ്രീവൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ്. ഓക്കെ, അപ്പൊ ഒരു 1 month കൂടി എക്സ്ട്രാ പോകും. ബിക്കോസ് നേരത്തെ കൊടുത്ത ആ ഒരു ഇതില് സാറ്റിസ്ഫൈഡ്, അവർ സാറ്റിസ്ഫൈഡ് അല്ല, അപ്പൊ അവരെന്ത് ചെയ്തു? എംപ്ലോയർക്ക് വീണ്ടും അപ്പീൽ പോകും. അങ്ങനെ അപ്പീൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം തുടങ്ങിയുള്ള പിന്നെയും ഒരു 1 monthനുള്ളിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയാ ഇല്ലാതാക്കാനായിട്ട്, ഈ ഗ്രീവൻസുകളെയൊക്കെ അവോയ്ഡ് ചെയ്യാനില്ലെങ്കിൽ അതിന്റെ ചാൻസസ് തീർത്ത് സൊല്യൂഷൻസ് കൊടുക്കാനായിട്ട് മാനേജ്മെന്റ് കേപ്പബിൾ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് 7th പോയിന്റിൽ. മനസ്സിലായോ? 7th പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ. ഇനിയും ഈ ചാർട്ടോട്ട് കണ്ടത് ഈ പറഞ്ഞ സെക്ഷനിൽ ഒരുപാട് വേറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ്? വർക്ക്മെൻ ഫോർ ഹൂം ദർ ഈസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഈസ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് കൺസേൺഡ്. ഏതൊരു എംപ്ലോയിയും നമ്മളുടെ ഓർഗനൈസേഷനിൽ ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയെ സമീപിച്ച് അവരുടെ ഗ്രീവൻസുകളെ കുറിച്ചൊക്കെ പരാതി പറയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ all these employees should be a member of this establishment. അതായത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസത്തിന്റെ ആ ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഇല്ലേ, അതിനകത്ത് ഒരു ആളായിരിക്കണം, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളായിരിക്കണം എന്നുകൂടി പ്രൊവിഷനിൽ പറഞ്ഞത്. പുറത്തുനിന്ന് ഒരാളല്ല. ഇപ്പൊ ഞാൻ എന്റെ കൂടെ കുറച്ച് ടീച്ചേഴ്സ്, ഇഫ് വി ഹാവ് സം കംപ്ലൈന്റ്സ് ഓർ വി ആർ ഡിസ്കണ്ടന്റഡ് ഓർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് സം മാറ്റേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനിലുള്ള ചില കാര്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് വലിയ തൃപ്തിയില്ല, സംതൃപ്തിയില്ല, കുറച്ച് പേര് മാത്രം. അപ്പൊ ഞങ്ങളുടെ ഗ്രീവൻസ് ആണ് ഞങ്ങൾ മാനേജ്മെന്റിൽ അറിയിക്കുന്നത്. സോ അത് ചിലപ്പോൾ പുറത്ത് നിൽക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം, അവർക്ക് ഇതിനകത്ത് ആവശ്യമില്ല, ഈ ഒരു കാര്യങ്ങളൊന്നും ബാധകമല്ല. കാരണം എന്താ? അവർ ഈ ഒരു ആ ഒരു ടീമിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഗ്രീവൻസിന്റെ മെക്കാനിസത്തിൽ അവർ വന്നിട്ടില്ല, അവർ വേണ്ട. മനസ്സിലായോ? അതിനകത്തുള്ള ആളായിരിക്കണം, ആ ഒരു ഗ്രീവൻസിനകത്ത് വരുന്ന ആ ഒരു മെമ്പർ ആയിരിക്കണം എന്നുള്ളതും ആക്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയോ? അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഗ്രീവൻസിന് വേണ്ടി. ക്ലിയർ? 8th പോയിന്റ് മനസ്സിലായോ? യെസ്. ഇനി നിങ്ങൾക്ക് ഞാൻ 2-3 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാറുണ്ട്. ഒന്നാമത്തെ സെന്റൻസ്, ആ
9C Industrial Disputes Act 1947 പോയിന്റുകളിൽ ഒന്നാമത്തെ പോയിന്റ് every industrial committee employing 20 or more workers shall have one or more grievance redressal committee എന്നുള്ളത് കേട്ടോ. 1 or more redressal committee എന്നുള്ളത് വരെ മതി. Then രണ്ടാമത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. A grievance redressal committee shall consist of equal number of members from employer and employee. രണ്ടാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം. ചെയർപേഴ്സൺ ഓഫ് ദ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരായിരിക്കണം എന്ന് പറഞ്ഞാൽ shall be selected from employer and employee on alternate basis of റൊട്ടേഷൻ. ഓരോ ഇയറിലും റൊട്ടേറ്റ് ചെയ്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സെലക്ട് ചെയ്യണം. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും അണ്ടർലൈൻ ചെയ്തപ്പോൾ ടീച്ചറല്ലേ അങ്ങനെ എല്ലാരും ഇല്ല. അടുത്തത് ഇത് നാലാമത്തെ പോയിന്റില് മോർ ദാൻ 6 വരെയുള്ളത് അത്രയും മതി. നാലാമത്തെ പോയിന്റിൽ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നാലാമത്തെ പോയിന്റിൽ മോർ ദാൻ 6 വരെ മതി. അടുത്തത് ആറാമത്തെ പോയിന്റ് ആണ്. അഞ്ചാമത്തെ പോയിന്റ് വേണ്ട. ആറാമത്തെ പോയിന്റ് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി മേ കംപ്ലീറ്റ് ഇറ്റ്സ് പ്രൊസീഡിംഗ്സ് within 30 days on written receipt of written application by or on behalf of aggrieved party. അത് ആറാമത്തെ. That's all. അതാണ്. മനസ്സിലായല്ലോ? കിട്ടിയില്ല? അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് മനസ്സിലായോ? Yes. Then ഇനി ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ്സ് ആണ്. ഗ്രീവൻസുകളൊക്കെ നമുക്ക് എങ്ങനെ റിസോൾവ് ചെയ്യാം, പരിഹരിക്കാം, അതിന്റെ ചില ടെക്നിക്കുകൾ, മെത്തേഡുകളാണ്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഗ്രീവൻസ് പരിഹരിക്കാം? നമ്മൾ നേരത്തെ പഠിച്ചത് സ്റ്റെപ്സ് ആണ്. എങ്ങനെയാണ് ഏതൊക്കെ നടപടികളിലൂടെ നമുക്ക് ഗ്രീവൻസിനെ പരിഹരിക്കാം, അതിന്റെ സ്റ്റെപ്സ് ആണ് കണ്ടേ. ഇനി ഏത് രീതിയിൽ ഇത് പരിഹരിക്കുന്നത്? സോ കുറെ മെത്തേഡുകളുണ്ട്. ഫസ്റ്റ് വൺ കളക്റ്റീവ് ബാർഗെയിനിങ് ആണ് കേട്ടോ. കളക്റ്റീവ് ബാർഗെയിനിങ് കുറെ മെത്തേഡൊന്നുമില്ല കേട്ടോ, 5 മെത്തേഡുകളേ ഉള്ളൂ അഡ്ജുഡിക്കേഷൻ വരെ. കളക്റ്റീവ് ബാർഗെയിനിങ്, സെക്കൻഡ് വൺ മീഡിയേഷൻ, മൂന്നാമത്തേത് കോൺസിലിയേഷൻ, ആർബിട്രേഷൻ, അഡ്ജുഡിക്കേഷൻ. ഓക്കെ, പറയാട്ടോ. കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. ഓക്കെ, എന്താണ് ഒന്നാമത്തെ കളക്റ്റീവ് ബാർഗെയിനിങ്? ഇവിടെ when any grievance is found among the employees, എംപ്ലോയീസിന്റെ ഇടയിൽ ഏതെങ്കിലും തരത്തില് ഇതുപോലെയുള്ള കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ ഡിസ്കണ്ടന്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ എംപ്ലോയീസിനെയും വിളിച്ചു കൂടിയിട്ടും പരിഹരിക്കാം കളക്റ്റീവ് ബാർഗെയിനിങ്. ഓക്കെ, എല്ലാവരും കൂടി സ്വയം ഒരുമിച്ച് എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് തീരുമാനം എടുക്കാം. എന്താണ്, എന്ത് ഗ്രീവൻസ് ആണ്, കംപ്ലൈന്റ് ആണ്, അതെല്ലാവരും കൂടി they can resolve themselves together. അവർക്ക് ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യാൻ മതി, കുറച്ച് സമയം കൊടുത്താൽ മതി, ചിലപ്പോൾ അവിടെ തന്നെ പരിഹരിക്കാം പറ്റും. അതാണ് ഒന്നാമത്തെ മെത്തേഡ്, കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അത്ര ചില ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള ഇത്തരം കംപ്ലൈന്റുകളാണെങ്കിൽ ക്യാൻ ബി റിസോൾവ്ഡ് ലൈക്ക് ദിസ്. അല്ല, ഇങ്ങനെ പരിഹരിച്ചാൽ പോരെ? വലിയ വലിയ ഇഷ്യൂ ആക്കി മാറ്റേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ചു നോക്ക് നിങ്ങള്. ഉണ്ടോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞേ. ഫസ്റ്റ് പോയിന്റ് സിമ്പിൾ സെന്റൻസ് അല്ലേ? ഇൻ ദിസ് മെത്തേഡ് of grievance resolution, issues of various employees are resolved together. എന്താ, പല ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു മീറ്റിംഗ് പോലെ വിളിച്ചു കൂട്ടി എല്ലാവരും കൂടി ഇരുന്ന് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അവരും വന്നിരുന്ന് അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു സോൾവിങ് ലൈക്ക് ദാറ്റ്. അവിടെ അങ്ങനെ പ്രശ്നം പരിഹരിച്ചു വിടുന്നു. ഓക്കെ, ഒരു ചിലപ്പോ 1-2 മണിക്കൂറൊന്നും ഇരുന്നാൽ മതിയായിരിക്കും. അങ്ങനെ അല്ലെ, അങ്ങനെ ചില അതങ്ങനെയാണല്ലോ. ചില എന്തോരം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓർഗനൈസേഷൻസിൽ മാത്രമല്ല, പലയിടത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ചിലതൊക്കെ നമ്മൾ ആളുകളെ വിളിച്ചുകൂട്ടി, ആരംഭില്ല പ്രശ്നം, അവരെ വിളിച്ചുകൂട്ടുന്നു, അവരുമായിട്ട് കുറച്ചു നേരം ഒന്ന് ഇരുന്ന് എന്താ സംസാരിച്ചു, അവരോട് എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കി, അത് നമുക്ക് അങ്ങനെ സോൾവ് ചെയ്ത് വിടാം. പക്ഷെ ചില പ്രശ്നങ്ങളാണ് കുറച്ചുകൂടി വഷളായി പോകുന്നത് അല്ലെ. അങ്ങനെ അതൊരു മെത്തേഡാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. സെക്കൻഡ് വൺ എന്താ, മീഡിയേഷൻ ആണ്.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഒരു വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസിനാണ്. ഓർഗനൈസേഷൻ തന്നെ ഒരു സ്വമേധയ ഒരു മെത്തേഡ് സ്വീകരിക്കുന്നു. എങ്ങനെ ഇവരുടെ പ്രശ്നം പരിഹരിക്കാം, അതായത് ഒരു ഫോർമൽ പ്രൊസീജിയറിലൂടെ ഒരു എന്താ പറയാ കുറച്ചുകൂടി ഒഫീഷ്യലാണ് അത്തരം കാര്യങ്ങൾ. ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ റിസോൾവ് വെച്ച് അവർ അത് പരിഹരിക്കുന്നു. പക്ഷെ ഇവിടെ നമുക്ക് എന്താ പറയാ ചില പ്രശ്ന പരിഹാരത്തിന് നമുക്കൊരു ഇന്റർമീഡിയറിയുടെ ആവശ്യം വരും. പുറത്തുനിന്ന് ആരെങ്കിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അകത്തുനിന്ന് തന്നെ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ആരെങ്കിലും ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടി വരും. അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിലേക്ക് പോകാതെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഫോർമാലിറ്റി ബേസിസിലുള്ള ഒരു നടപടിക്രമങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, വോളണ്ടറി മെത്തേഡിലൂടെ ഗ്രീവൻസ് വിൽ ബി സോൾവ്ഡ്. അതാണ് രണ്ടാമത്തെ മീഡിയേഷൻ എന്ന് പറയുന്നത്. Second method, in this method, grievance handling which comes into play when the grievance stays as even after the formal procedure is undertaken to resolve it. അതായത് ഒരു ഫോർമൽ പ്രൊസീജിയറിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. നേരത്തെ നമ്മൾ വിളിച്ചുകൂട്ടി ഒരു എന്താ പറയാ ഒരു എല്ലാവരെയും ഒരു പേഴ്സണൽ ആയിട്ട് വിളിച്ചു കണ്ടോ അങ്ങനെയൊക്കെ റിസോൾവ് ചെയ്തത്. ഇത് കുറച്ചും കൂടി ഫോർമാലിറ്റി ആയിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന റിസൾട്ട് വെച്ച് അവരെ വിളിച്ചു കൂട്ടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വെച്ച് ഒരു കാര്യങ്ങൾക്ക് മാറ്റം എന്താ പറയാ ഒരു ക്ലാസ് പോലെയോ മറ്റൊക്കെ കൊടുത്ത് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള രീതി കുറച്ചുകൂടി എന്താ പറയാ ഫോർമാലിറ്റിയോട് ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ മെത്തേഡ് പോകുന്നത്, മീഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ രണ്ട് മെത്തേഡും? ഒന്നാമത്തെ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്ന മെത്തേഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. രണ്ടാമത്തെ മീഡിയേഷൻ എന്ന് പറയുന്നതിനകത്ത് ഇറ്റ് ഈസ് എ വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് which comes to play when the grievance stays even after the formal procedure എന്ന് മതി. പ്രൊസീജിയർ വരെ മതി സെക്കൻഡ് പോയിന്റില്. ഇനി ആരാ പറഞ്ഞ അഞ്ചാമത്തെ പോയിന്റും ആറാമത്തെ പോയിന്റോ? അഞ്ചാമത്തെ പോയിന്റില് ഏതെങ്കിലും രീതിയിൽ എംപ്ലോയീസ് അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവകാശങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തില് അവരുടെ അവകാശങ്ങളെ നിലനിർത്താൻ വേണ്ടി ഇപ്പോ ഐ എം വർക്കിംഗ് ഇൻ ദിസ് ഓർഗനൈസേഷൻ ഐ ഹാവ് സം റൈറ്റ്സ്, എനിക്ക് എന്റേതായ ചില അവകാശങ്ങളുണ്ട് ഇവിടെ അല്ലെ. ആ അവകാശങ്ങൾക്ക് നിഷേധാത്മകമായിട്ടുള്ള രീതിയിൽ നിഷേധിക്കുന്ന രീതിയിൽ എന്തൊക്കെ സംഭവിച്ചാൽ അതൊക്കെ പരിഹരിക്കുന്നത് ആ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിന്റെ പ്രൊവിഷൻസ് പ്രകാരമാണ്. അങ്ങനെ കുറെ ആക്ടിൽ കുറെ പ്രൊവിഷൻസ് ഉണ്ടാക്കി വെച്ചിട്ട് ഓരോന്നിലും ഇഷ്ടംപോലെ ഉണ്ട്. മുഴുവൻ നമുക്ക് ഇവിടെ എഴുതി തരാനോ ആക്ടിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയാനോ ഒന്നും അതിനുള്ള ഇതൊന്നും ഇല്ല, അത്രയും നമ്മൾ അറിയണ്ട. പക്ഷെ ഇതെല്ലാം അവിടെ ഉണ്ട് എന്നും നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും എംപ്ലോയീസിന് സംഭവിച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള സൊല്യൂഷൻസ് എടുക്കണമെങ്കിൽ എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കുറെ പ്രൊവിഷൻസ് ഉണ്ട് അവരുടെ ആക്ടുകളിൽ. ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 കുറെ പ്രൊവിഷൻസ് ഉണ്ട്. അത് ഫോളോ ചെയ്തായിരിക്കും അത് പരിഹരിക്കുക എന്നാണ് ഫിഫ്ത് പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. സിക്സ്ത് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ റിസീവിംഗ് ദ ആപ്ലിക്കേഷൻ റിട്ടൺ ആപ്ലിക്കേഷൻ ഫ്രം ദ അഗ്രീവ്ഡ് പാർട്ടി അല്ലെങ്കിൽ ദ ഗ്രീവാൻസ്ഡ് എംപ്ലോയി, ഗ്രീവാൻസ് ഉള്ള പരാതിയുള്ള എംപ്ലോയിയോ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ കയ്യിൽ നിന്നോ എപ്പോഴാണോ ഒരു റിട്ടേൺ ആപ്ലിക്കേഷൻ കിട്ടുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കിട്ടുന്നത്, അപ്പം മുതല് 30 ദിവസത്തിനുള്ളിൽ 30 days വിത്തിൻ 30 days അതിന്റെ റീഡ്രസലിന് വേണ്ടിയിട്ടുള്ള പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ആറാമത്തെ പോയിന്റ്. ക്ലിയർ ആയോ? 5 6 പോയിന്റ് ആരോ വിട്ടുപോയി എന്ന് പറഞ്ഞു. വിട്ടുപോയി എന്നല്ല, ഇത് പറഞ്ഞപ്പോ കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, യെസ് ദെൻ ഓക്കെ. അടുത്ത പോയിന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത പോയിന്റ് കോൺസിലിയേഷൻ എന്ന് പറയുന്ന പോയിന്റ് കൂടി അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വരെ ഒന്ന് നന്നായി വായിച്ചു നോക്കുക. കുറച്ചധികം നമ്മൾ ഇന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്തതും അവിടെ പറഞ്ഞ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ആക്ടിന്റെ എന്താ പറയാ ഇയർ, ആ ആക്ട് ഏത് ഇയറിലാണ് ഫോം ചെയ്തിരിക്കുന്നതെന്നും ഒത്തിരി കാര്യങ്ങൾ നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നന്നായി വായിച്ച് നോക്കിയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു. See you. Thank you.